ഇതുണ്ടോ, ഇവിടെ നല്ല റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പാർക്കിലൊക്കെ. ഇതുണ്ടോ, നല്ല കുടയൊക്കെ വെച്ചു. സ്വിമ്മിങ് പൂള്, ഞങ്ങളുടെ സ്വിമ്മിങ് പൂള് ഫങ്ഷണലായി. കുട്ടികൾ കളിക്കുന്നുണ്ട്. സമ്മർ വെക്കേഷനൊക്കെ ആയില്ല, പിള്ളേരൊക്കെ നല്ല കളിയായി ഇവിടെ, ഫുട്ബോളും ഒക്കെ. അപ്പോൾ വിഷുവിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞു, ഈസ്റ്ററിൻ്റെ തിരക്കും കഴിഞ്ഞു. ഇപ്പം എന്താ ചെയ്യുക, അടുത്ത ഫെസ്റ്റിവലിനായിട്ടുള്ള കാത്തിരിപ്പാണ് അല്ലേ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് വിഷുവിന് എന്ത് ചെയ്തു, ഈസ്റ്ററിന് എന്ത് ചെയ്തു എന്നൊക്കെ ഒരു അപ്ഡേഷൻ വേണ്ട, ഒരു കർട്ടൻ റേസ്. അപ്പോൾ ഈ വീഡിയോ അതാണ്, വിഷുവിന് ഞാനും കുടുംബവും എന്താ ചെയ്തതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വന്നാലോ. മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ. പറിക്കൂ, മ്യൂ പറിക്കൂ. ഇവിടെ അത് വെച്ചോളൂ, അത് ഇതാകും. അപ്പം സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ വന്നു, ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. സാധാരണ ഞാനും മോളും കൂടിയാണ് വിഷുവിൻ്റെ തലേദിവസം ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത്, കണി ഒരുക്കുന്നതൊക്കെ. ഈ പ്രാവശ്യം അവൾക്ക് പാവത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല, അവൾക്ക് മാറി നിന്ന് നോക്കി നിൽക്കേണ്ടി വന്നു. ഞാനും ഊട്ടിയും കൂടിയാണ് അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തത്. അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ പ്രാവശ്യം. അപ്പോൾ കുട്ടികളെ നിങ്ങൾ കൂടെ നിർത്തിയാൽ അവർക്ക് നമ്മുടെ ട്രഡീഷൻസും എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൂടെ നിർത്തി പറഞ്ഞു കൊടുത്താൽ അവരത് വേഗം പഠിക്കും. ബുക്കിലൊക്കെ നോക്കി കാണാപ്പാഠം പഠിക്കണേക്കാൾ ഒത്തിരി നല്ലതാണ് പ്രാക്ടിക്കലായിട്ട് കുട്ടികളെ നിങ്ങൾ കൂടെ നിർത്തിയിട്ട് ഇതാണ് വിഷു, വിഷു എന്താണ്, വിഷുവിന് എന്തെല്ലാം വെക്കണം എന്നൊക്കെ കൂടെ നിർത്തി പഠിപ്പിക്കുകയാണെങ്കിൽ അവരത് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വിളക്ക് വയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നിറയെ വിളക്കുകളുണ്ട്, എല്ലാം ഓരോന്നോരോന്നായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോരുത്തരെയായിട്ട് വിളിച്ചുകൊണ്ടെന്ന് കണി തൊഴുവിക്കണം. ആദ്യമായിട്ട് ശ്രീയേട്ടനെ കൊണ്ടുവന്നു. അവിടെ കിണ്ടിയിൽ വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് കണ്ണ് നനച്ചിട്ട് എല്ലാം തൊഴുതു. അത് കഴിഞ്ഞ് മോള് വന്നു, മോളെ കൊണ്ടുവന്നു. ഇനി മോള് പോയിട്ട് വിമേഷിന് ഉള്ള ഭർത്താവിൻ്റെ മരുമകനെ കൊണ്ടുവരും. ലാസ്റ്റായിട്ട് നമ്മുടെ മിവുക്കുട്ടി, അവനാണ് എല്ലാം ഹെൽപ്പ് ചെയ്തത്. അവനപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്തൊക്കെയാണ് കണ്ണ് തുറക്കുമ്പോൾ കാണാനായിട്ട്. ആദ്യമൊക്കെ ഒരു ചിണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കാണട്ടെ എന്ന് പറഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് അവൻ കണ്ടു. ഇതുവരെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടില്ല, ഇപ്പോഴാണ് ഇലക്ട്രിസിറ്റി നമ്മൾ ലൈറ്റൊക്കെ ഓൺ ചെയ്തതാണ്. ഇപ്പോൾ നല്ല ഭംഗിയിൽ കാണാം എല്ലാം. അപ്പം കണി തൊഴുവലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുളിച്ചിട്ട് അമ്പലത്തിൽ തൊഴുവാനായിട്ട് പോവാണ്. KK നഗർ അയ്യപ്പ ക്ഷേത്രം ഉണ്ട് ഇവിടെ അടുത്താണ്. ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ആ വഴി ഓരോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാം മൂടി പൊതിച്ചിട്ടിരിക്കണേ ഉള്ളൂ, തുറന്നിട്ടില്ല. വഴിയോര കച്ചവടം ഒന്നും തുടങ്ങിയിട്ടില്ല, കാരണം നമ്മൾ നല്ല ഒരു 6 മണി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. KK നഗർ അമ്പലത്തിൻ്റെ സൈഡിലുള്ള സ്ട്രീറ്റിൻ്റെ
വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തി. ഇനി ഭഗവാനെ തൊഴുവട്ടെ. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് 2 വർഷമായിട്ട് കോവിഡ് കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ പ്രാവശ്യം താരതമ്യേന തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിലെ ദൃശ്യങ്ങൾ കാണാം. ഹലോ ഹാപ്പി വിഷു ടു ഓൾ ഓഫ് യു. ഞങ്ങളങ്ങനെ KK നഗർ അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി. ഹാപ്പി വിഷു. വേറെന്താ പറയാ? ബനാന, ഇവിടെ ആപ്പിൾ, ഇവിടെ കോക്കനട്ട്, ഇവിടെ ഓറഞ്ച്, ഇവിടെ ജാക്ക് ഫ്രൂട്ട്, ഇവിടെ മസ്ക് മെലൺ, ഇവിടെ മാംഗോ, ഇവിടെ പപ്പായ. പപ്പായ അല്ല, അത് ദാറ്റ് ഈസ് കുക്കുംബർ. കേരള കുക്കുംബർ. വേറെ എന്തൊക്കെയുണ്ട് പറയൂ? ഫ്ലവർ, പശു, വലക്ക്, അമ്പാട്ടി. ദെൻ അവിടെ എന്താ നോക്കൂ, അവിടെ നോക്കൂ, ഇതെന്താന്ന്? ബുക്ക്. ഇവിടെ വന്നിട്ട് പറയൂ എന്തൊക്കെയുണ്ടെന്ന്. ഇത് കാർഡ്, ഗോൾഡ്. അമ്പാട്ടിയുടെ പാപ്പം, നവധാന്യങ്ങൾ. കോലം. പിന്നെന്താണ്? ആ കലശത്തിൽ വെള്ളം. പിന്നെ കത്തിക്കാൻ മാച്ച് ബോക്സ്. പിന്നെന്താ അവിടെ? വെള്ളം. പിന്നെന്താ? ഇതാ പൈസ. അവിടെ കോക്കനട്ട് ഉണ്ട്, അത് പറഞ്ഞോ. ഇതാരും ഇതൊക്കെ അറേഞ്ച് ചെയ്തേ? ആണോ? വെരി ഗുഡ്. ഇതെന്താണ് ഇന്ന്? അവിടെ പോയി ഇന്ന് പറയൂ. വിഷുവോ? വിഷു പറഞ്ഞാൽ എന്താണ്? വിഷു പറഞ്ഞാൽ അമ്പാട്ടിയുടെ ആനിവേഴ്സറി ആണ്. കേരള ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. പറയൂ. കേരള ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. ഓക്കെ, ഫെസ്റ്റിവൽ. വെരി ഗുഡ്. അടുത്ത എല്ലാവർക്കും കൈനീട്ടം കൊടുക്കണതാണ്. മൂത്തവരെല്ലാം ഇളയവർക്ക് കൊടുത്തു കൈനീട്ടം. അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ്. ഇതിനകത്ത് വ്യൂ മാത്രം ആർക്കും കൈനീട്ടം കൊടുത്തില്ല, കാരണം അവനാണ് ഹീസ് ദ യങ്ങസ്റ്റ് ഇൻ ദ ഫാമിലി. ബാക്കി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു. ഇനി സദ്യ ഒരുക്കാനായിട്ട് പോവാം നമുക്ക്. സദ്യക്ക് എപ്പോഴും അരിഞ്ഞു തരുന്നത് ശ്രീയേട്ടനാണ്. അപ്പോൾ ശ്രീയേട്ടന് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കൈ മാത്രമേ ഉള്ളൂ, പേടിക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് പറയണു? സദ്യ ഉണ്ടാക്കലൊക്കെ എവിടെ മതിയായി? എൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഇപ്പോൾ ചോറ് വയ്ക്കണം, പായസം വയ്ക്കണം. അത്രയേ ഉള്ളൂ പണി, ബാക്കിയെല്ലാം കഴിഞ്ഞു. ആക്ച്വലി ഇപ്രാവശ്യം നമുക്ക് വിഷു ഇല്ല. ഇത് മുമ്പ് എൻ്റെ വീഡിയോ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് വിഷു ഇല്ലാത്തത്. അതിൽ ഞാൻ ഇട്ടിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു, എന്ത് വന്നാലും വീട് പട്ടിണിക്കിടരുത്. വീട് പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ എന്താ? വീടെന്ന് പറയുമ്പോൾ 4 ചുമരുള്ളതല്ലല്ലോ വീട്. ആൾക്കാരും
എല്ലാം കൂടെ കൂടുന്നതല്ലേ, അപ്പോഴല്ലേ വീട് വീടാകുള്ളൂ. പ്രത്യേകിച്ചും വയസ്സായവരും കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെറുതായെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആഘോഷ ദിവസങ്ങളിൽ. അതാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. അപ്പം ചെറിയൊരു വിഷു ആഘോഷമാണ് ഈ പ്രാവശ്യം. ചുവട് കറികളൊക്കെ ഉണ്ടാക്കി അമ്പലത്തിൽ പോയതൊക്കെ നിങ്ങൾ കണ്ടുല്ലോ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ അരങ്ങത്ത് നിന്ന് അടുക്കളയിലേക്കാണ്. അമ്പലത്തിലൊക്കെ പോയി വന്ന് നേരെ അടുക്കളയിൽ കയറി ഡ്രസ്സൊക്കെ മാറി, വേണ്ട കോസ്റ്റ്യൂം ചേഞ്ചായി. കാരണം കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴേ എണ്ണയിൽ നല്ല ചൂടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ളതൊക്കെ ഇട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ പായസം ഉണ്ടാക്കാൻ പോവാണ്. സേമിയ പായസം, ചോറ് കഴിഞ്ഞു, പണി കഴിഞ്ഞു. ബാക്കിയെല്ലാം ഇതാവുമ്പോഴേക്ക് ഞാൻ എന്താ ഉണ്ടാക്കിയിരിക്കണേന്ന് കാണിച്ചു തരാം. എന്താ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. എന്താ ഇത് മാമ്പഴക്കൂട്ടാനാണ്. കാളൻ വെള്ളരിക്കയും മാങ്ങയും കൂടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഇത് സാമ്പാറാണ്. സാമ്പാർ. ഇത് പച്ചടി, മാങ്ങ പച്ചടിയാണ്. ഇത് സ്റ്റൂ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എല്ലാ സദ്യയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം സ്റ്റൂ ആണ്. സ്റ്റൂ, പപ്പടം, എരിശ്ശേരി, മത്തങ്ങയും പയറും എരിശ്ശേരി. ഇത് ക്യാബേജ് തോരൻ. ഇത് പരിപ്പ്. ഇത് അവിയൽ. ഇത് ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂർ അവിയലാണ് കേട്ടോ. തൈരും അതൊന്നുമില്ല, അവിയലാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ 1 minute കുക്കിംഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ചോറായി, പായസമായി. പായസം MTRൻ്റെ പായസമാണ് കേട്ടോ, സേമിയ. നല്ലതാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ഡബിൾ റോസ്റ്റഡ് ഇൻസ്റ്റൻറ്റ് പോലെയല്ല, ഡബിൾ റോസ്റ്റഡ് MTR. ഇതാണ് MTRൻ്റെ. അപ്പോൾ ഇനി ഇലയിട്ടാൽ മതി. ആദ്യം ഭഗവാനെ വെച്ചിട്ട് ഇലയിടാം. പിന്നെ നമുക്ക് അയൽവക്കത്ത് കൊടുക്കണം. എൻ്റെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഒന്നുകിൽ ആൾക്കാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റിനെ വിളിക്കണം. അങ്ങനെയുള്ള ചില ചിട്ടകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇല ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് മനസ്സിലായി. ഇല ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒന്ന് പറയാൻ വിട്ടുപോയി. ഇന്ന് ഞങ്ങളെ ഇല തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. ഞങ്ങൾക്ക് ഇല കിട്ടിയില്ല. അപ്പോൾ സങ്കടപ്പെട്ട ഇലയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു സെപ്റ്റോ പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ചെന്നൈയിലൊക്കെ ഉണ്ട്. അവരൊരു 20 minutesനുള്ളിൽ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ടാണ് അവരുടെ ഇതൊക്കെ വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. ലക്കിലി നമുക്ക് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടു. സെപ്റ്റോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അല്ല ഇതുപോലത്തെ എമർജൻസി ഒക്കെ വരുമ്പോൾ നല്ലതായിരിക്കും സെപ്റ്റോ. എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ അവർക്ക് എന്തോ മിനിമം 300 rupees എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കിക്കോളൂ, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇല കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പം ഇനി ഉണ്ണണ സമയത്ത് കാണാം. ഇത് ഫിനിഷ് ചെയ്തിട്ട് എന്നിട്ട് ഉണ്ണാം. ഓക്കെ. അതിനൊക്കെ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് വിഷ് ചെയ്യാനൊക്കെ. ഞാൻ വിചാരിച്ചു ആ അടയ്ക്ക് ഉണ്ടാക്കുന്ന പീസല്ലേ അതായിരിക്കും വിചാരിച്ചേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സ്റ്റേ കണക്റ്റഡ് വിത്ത് ഗ്രാൻഡ്മാസ് ഓൾവേസ്. സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഷൈൻ wherever you go. Lots and lots of love from Grandma. Tata, bye bye till we meet again.